കേരള സർക്കാർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഭാഗമായി നേര്യമംഗലം അഗ്നിരക്ഷാ നിലയത്തിലേക്ക് അനുവദിച്ച പുതിയ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന MLA ഷിബു തെക്കുംപുറത്തിന്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വാഹനം നിലയത്തിന് ലഭ്യമാക്കിയത്. പുതിയ MUV സർവീസിലെത്തുന്നതോടെ നേര്യമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പൊതുജനങ്ങൾക്ക് 101 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അഗ്നിരക്ഷാ സേവനങ്ങളുടെ സഹായം ലഭ്യമാണ്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയങ്ക ടോമി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുനി അയ്യപ്പൻ, ഫ്രാങ്കോ ജെയിംസ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അലിയാർ, PM കണ്ണൻ, രഞ്ജിത്ത് KK, ബിൻസൺ മാത്യു എന്നിവർ പങ്കെടുത്തു. കൂടാതെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ ജെയ്മോൻ ജോസ് AT, പൗലോസ് PMA, കരീം AC, രാജശേഖരൻ PM, ശിവൻ PR, രവി, നൌഷാദ് ബോബിന, EA ഹനീഫ, ജിൻസിയ ബിജു എന്നിവരും സ്റ്റേഷൻ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ, സീനിയർ ഫയർ ഓഫീസർ നൌഷാദ്, മറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആദ്യമേ തന്നെ ഈ വാഹനം അനുവദിച്ച സംസ്ഥാന സർക്കാരിനോടുള്ള നന്ദി എല്ലാ ജനപ്രതിനിധികൾക്കും വേണ്ടി ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തുകയും ഈ നേര്യമംഗലം ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ 4 മാസക്കാലമായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് ആദരണീയരായ ജനപ്രതിനിധികളുടെയും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വലിയ സേവനം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഓഫീസർ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 70ഓളം കോളുകൾ അറ്റൻഡ് ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിഞ്ഞു എന്നത് അഭിമാനാർഹമായ ഒരു പ്രവർത്തനമാണ് ഈ ഫയർ സ്റ്റേഷൻ നടത്തിയിട്ടുള്ളത്. അതിന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടൊക്കെയുള്ള വലിയ കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്കറിയാം, നേര്യമംഗലം പ്രദേശം ഏറ്റവും വളരെയേറെ ഫയർ സ്റ്റേഷൻ്റെ സേവനം ആവശ്യമുള്ള ഒരു പ്രദേശമാണ്. കോതമംഗലത്തിന് 20 കിലോമീറ്റർ ദൂരമുണ്ട്. അടിമാലിക്ക് 35 കിലോമീറ്റർ, അല്ലേ? 35 കിലോമീറ്ററോളം അടിമാലിക്ക് ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന നിലയ്ക്ക് ഈ ഫയർ സ്റ്റേഷൻ വളരെ ആവശ്യമാണ്. എല്ലാ തരത്തിലും വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വന്യമൃഗ ശല്യം, അതോടൊപ്പം തന്നെ കനത്ത മഴയിലുണ്ടാകുന്ന മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ കാലവർഷ കാലത്തുണ്ടാകാൻ പോകുന്ന വെള്ളപ്പൊക്കങ്ങളൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങളെ വലിയ ആശങ്കയിലാക്കുമ്പോൾ ഈ ഫയർ സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ വാഹനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹായവും നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഈ കെട്ടിടം പഞ്ചായത്ത് നൽകിയിട്ടുള്ള ഒരു താൽക്കാലികമായ സംവിധാനത്തോടു കൂടിയാണ് ഇവിടെ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ സന്തോഷത്തോടു കൂടി പറയട്ടെ, 5 കോടി രൂപ സംസ്ഥാന സർക്കാർ നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പ്രിയപ്പെട്ട ജനപ്രതിനിധികളോടൊക്കെ പറയുന്നത്, നമുക്ക് സ്ഥലം കണ്ടെത്താനുള്ള നടപടിയിലേക്ക് പോകണം. സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നിന്ന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട എല്ലാവരുടെയും വലിയ സഹകരണവും പിന്തുണയും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും എല്ലാവർക്കും സന്തോഷത്തോടു കൂടി മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ആ നിലയിലേക്ക് തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ ഫയർ സ്റ്റേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും ജനപ്രതിനിധികളുടെ വലിയ സഹകരണത്തോടു കൂടി ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. താൽക്കാലികമായി ഒരു ഷെഡ് കൂടി നിർമ്മിച്ച് നൽകണമെന്ന് അവർ പഞ്ചായത്തിനോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ മുഴുവൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരു താൽക്കാലിക ഷെഡ് കൂടി നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ
എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. ആ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെയും മറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹകരണം ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും. അപ്പോൾ എല്ലാ നിലയിലും ഞാൻ പറഞ്ഞില്ല, നേര്യമംഗലം ഫയർ സ്റ്റേഷൻ്റെ നവീകരണത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പുതിയ വാഹനത്തിൻ്റെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ഏത് സമയത്തും ഏത് അപകടാവസ്ഥയിലും ഏത് മോശം റോഡിലുമൊക്കെ മുന്നേറാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഈ സാഹചര്യത്തിൽ വളരെയേറെ പ്രയോജനപ്രദമാണ്. ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി.